ക്രിസ്തുവിൻ്റെ പുരോഹിതനായി അഭിഷിക്തനായി ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ താൻ അർപ്പിച്ച ഒരു വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വൈദികൻ്റെ കുറിപ്പ് ശ്രദ്ധേയമാകുന്നു. ബ്രസീലിൽ നിന്നുള്ള ഫാദർ മുറീലോ എന്ന യുവവൈദികനാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പങ്കുവച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജൂൺ 22-നായിരുന്നു അത്. ഒരാശുപത്രിയിലെ ICUവിൽ ആശുപത്രിക്കിടയ്ക്കരികിലാണ് അന്ന് ഫാദർ മുറീലോ വിശുദ്ധ കുർബാന അർപ്പിച്ചത്. ഏറ്റവും മനോഹരമായ കത്തീഡ്രലായിരുന്നു അതെന്നാണ് ഫാദർ മുറീലോ അതേക്കുറിച്ച് പറഞ്ഞത്. ഒരു വാഹനാപകടത്തിൽ കഴുത്തിന് താഴേക്ക് തളർന്ന് ചികിത്സയിൽ കഴിയുന്ന മിഷനറീസ് ഓഫ് ചാരിറ്റി സന്യാസ സഭാംഗമായ ഒരു കന്യാസ്ത്രീയുടെ കിടക്കരികിലായിരുന്നു ആ വിശുദ്ധ കുർബാന. അമേരിക്കയിൽ നിന്നുള്ള 32-കാരിയായ സിസ്റ്റർ ചിയാര ഒരു മിഷനറിയായാണ് ബ്രസീലിൽ എത്തിയത്. ഇക്കഴിഞ്ഞ മെയ് 30-ന് യാത്രാമധ്യേ സിസ്റ്റർ ചിയാരയും മറ്റ് 3 സഹോദരിമാരും ഗുരുതരമായ ഒരപകടത്തിൽപ്പെട്ടു. അമിത വേഗതയിൽ വന്ന ഒരു കാർ അവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ സിസ്റ്റർ ചിയാരയുടെ കഴുത്ത് മുതൽ താഴേക്ക് തളർന്നുപോയി. സിസ്റ്റർ ഹെസഡിൻ്റെ കോളർ ബോൺ ഒടിഞ്ഞു. സിസ്റ്റർ പലോമയുടെ 8 വാരിയെല്ലുകൾ ഒടിഞ്ഞു. സിസ്റ്റർ ആഗ്നസും ഡ്രൈവറും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സിസ്റ്റർ ചിയാരയ്ക്ക് ഇതിനോടകം 2 ശസ്ത്രക്രിയകൾ നടത്തി. ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന അവർ സാധാരണ നിലയിലേക്ക് മടങ്ങി വരുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ അവസ്ഥയിലും ഒരു കന്യാസ്ത്രീയുടെ തീക്ഷ്ണമായ വിശ്വാസമാണ് തനിക്ക് കാണാൻ കഴിഞ്ഞതെന്ന് ഫാദർ മുറീലോ പറഞ്ഞു. കടുത്ത ശാരീരിക വേദനകൾക്കിടയിലും സിസ്റ്ററിൻ്റെ മുഖത്തെ പുഞ്ചിരിയിലൂടെ അവർ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യമാണ് വെളിപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഏകദേശം 11 മാസത്തെ പൗരോഹിത്യ ജീവിതത്തിൽ താൻ അർപ്പിച്ച ഏറ്റവും വൈകാരികമായ വിശുദ്ധ കുർബാനയാണ് ഇതെന്ന് ഫാദർ മുറീലോ അനുസ്മരിച്ചു.